ഒരു ട്രാൻസ് വുമണിന് പീരീഡ്സ് ഇല്ലാത്തതുകൊണ്ട് 30 ദിവസം നോമ്പ് കിട്ടുമെന്ന് പറയുന്നു. ഒരു സ്ത്രീക്ക് 30 ദിവസം നോമ്പ് കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമല്ലേ. പലർക്കും അസൂയാണ്. പീരീഡ്സിനെ പേടിയോടെ കാണുന്നവരാണ് അവരൊക്കെ. പ്രസവ വേദനയെ പേടിയോടെ കാണുന്നവരാണ്. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അതിനെ പുകഴ്ത്തി പറയും ചെയ്യും. അവർ പറയുന്നത് ഞങ്ങൾ സ്ത്രീ അല്ലാതാവുന്നത് പീരീഡ്സ് ആവാത്തതുകൊണ്ടാണ്, ഞങ്ങൾ സ്ത്രീ അല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അവർ സ്ത്രീയാണ്, പക്ഷെ എന്തിനാ അവർ പീരീഡ്സിനെയൊക്കെ പേടിക്കുന്നേ? ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ സെക്സ് വർക്കേഴ്സ് ആയിട്ട് കാണുന്ന സമൂഹത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവത്തുള്ളൂ. ഒരു ദിവസമെങ്കിലും ഒരാണായിട്ട് ജീവിക്കുക എന്നിട്ട് മരിക്കുക എന്നൊരു ഇതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് സർജറിക്ക് വലിയ പെയിൻ ഇല്ലായിരുന്നു, പക്ഷേ ഡൗൺ ചെയ്തപ്പോൾ നല്ല പെയിൻ ആയിരുന്നു. 23 ദിവസം ഞാൻ ട്യൂബ് ഇട്ട് കിടന്നു. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ നിന്ന സമയത്ത് എനിക്ക് വന്ന് നമ്പർ എഴുതി തന്നിട്ടുണ്ട്. അത് ഒരിക്കലും ഒരു പ്രണയം കൊണ്ടായിരിക്കില്ല, അതിൻ്റെ അർത്ഥം വേറെ ആയിരിക്കുമല്ലോ. അയാൾ ഇങ്ങനെ ഒരുമാതിരി ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കയ്യിൽ കയറി പിടിക്കുക, ഈ നമ്മുടെ ശരീരത്തിൽ വെച്ച് കാണിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ ഒരുമാതിരി തോണ്ടലും പിടിക്കലും. ഇപ്പോൾ ശിവയ്ക്കാണെങ്കിലും നേരത്തെ ഒരു വുമൺ ആയിരുന്നല്ലോ, ആ സമയത്ത് എന്തെങ്കിലും പണ്ട് മൊബൈൽ നമ്പർ എഴുതി കൊടുത്തിട്ടാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വരുന്നതിന് നമുക്കൊരു 100 കോൾ വരും. കാരണം നമ്മൾ കടയിൽ കയറുമ്പോൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ, നമ്മുടെ നമ്പർ എടുത്ത് വിളി കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഫോൺ വിളി കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒലിപ്പീരായിരുന്നോ? അതൊക്കെ പിന്നെ നല്ല ഒലിപ്പീരല്ലേ. എൻ്റെ ഫസ്റ്റ് പ്രണയം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ്. അത് എത്രാമത്തെ വയസ്സിലത്? 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ആ സമയത്ത് ആ ഐഡന്റിറ്റിയിൽ എനിക്ക് എൻ്റെ കുറേ പെൺപിള്ളേരൊക്കെ എൻ്റെ കുറേ അടപ്പുണ്ടായിരുന്നു. അപ്പം എനിക്കിഷ്ടം അങ്ങ് വരെയാ. ആണുങ്ങളെ കോമഡി ആയിരുന്നു. സ്കൂൾ ലൈഫൊക്കെ ഭയങ്കര പേടി സ്വപ്നമാണ്. 10ാം ക്ലാസ് ആയാലും +2 ഒക്കെ ആയാലും. അങ്ങ് വാഷ്റൂം പോലും പോയില്ല. ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോഴാണ് യൂറിൻ പാസ് ചെയ്യുന്നത് പോലും. കാരണം ആണുങ്ങളുടെ വാഷ്റൂമിലല്ല കയറണ്ടേ, നമുക്ക് മനസ്സത് അനുവദിക്കത്തില്ല ആണുങ്ങളുടെ വാഷ്റൂമിൽ കയറാൻ വേണ്ടിയിട്ട്. പിള്ളേരുടെ ഭാഗത്തു നിന്നായാലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും. +2 പഠിക്കുമ്പോൾ എന്നെ ഇറക്കി നിർത്തിയിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന്, ആണുങ്ങൾക്ക് അപമാനമാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ അമ്മ പോയിട്ട് പ്രിൻസിപ്പലിൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതി ഞാൻ പാസ്സായത്. അത്രയ്ക്ക് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് എൻ്റെ +2 കാലഘട്ടം. ഇപ്പോൾ ശിവയ്ക്കാണെങ്കിലും നേരത്തെ ഒരു വുമൺ ആയിരുന്നല്ലോ, ആ സമയത്ത് എന്തെങ്കിലും ഇതുപോലത്തെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ അറിയാലോ, അമ്മ വളർത്തിക്കൊണ്ട് വരുന്നതാണ്, അച്ഛനില്ല, ബന്ധുക്കാരുടെയൊക്കെ സ്വഭാവം അറിയാലോ. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോഴാണെങ്കിലും ശരി, നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്ത് ഒരു ഷോപ്പിൽ ചാർജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മൊബൈൽ നമ്പർ എഴുതി കൊടുത്തിട്ടാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്കൊരു 100 കോൾ വരും. കാരണം നമ്മൾ കടയിൽ കയറുമ്പോൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ, നമ്മുടെ നമ്പർ എടുത്ത് വിളി കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാനും അമ്മയൊക്കെ താമസിച്ച് ഞാൻ വലുതായ സമയത്ത് ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങളുടെ ഫ്യൂസൊക്കെ ഊരിയിട്ട് ആൾക്കാർ ഓടിയിട്ടുണ്ട് പുറത്തുനിന്ന്. അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ഡയറക്റ്റ് വരില്ല, കാരണം നമ്മൾ പ്രതികരിക്കും. ഒന്നാമത് നമ്മുടെ മൈൻഡ് എന്ന് വെച്ചാൽ ഫീമെയിൽ മൈൻഡ് അല്ല, മെയിൽ മൈൻഡാണ്. അപ്പം നമുക്ക് അവരോട് ആ ഒരു ഇത് തോന്നില്ല. പെൺപിള്ളേരോട് ഒരു ക്രഷ് തോന്നത്തുള്ളൂ. അപ്പോൾ അവരോടൊക്കെ ഭയങ്കര നമ്മൾ ഷൗട്ട് ചെയ്യുന്ന രീതിയായിരിക്കും. മാത്രമല്ല നമ്മുടെ വീട്ടിൽ ആരെയും കയറ്റില്ല, ഞാൻ അധികം എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ഒരിതാണ്. അപ്പം നമ്മുടെ അടുത്ത് കൂടുതലും മാക്സിമം വരില്ല ആൾക്കാർ. കാരണം ഇവരെ പോലെയല്ല, ഇവർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം 5-6 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ, 6-7 കൊല്ലമായിട്ടുള്ളൂ. ഇവർ അത്ര അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചില ട്രാൻസ്ഫെൻസിനൊക്കെ അനുഭവിക്കണം, പക്ഷെ എന്നെ അനുഭവിച്ച് എനിക്കിത് വന്നിട്ടില്ല. കാരണം കൂടുതൽ അധികാരം കാണിക്കാൻ അമ്മമാരും ഇല്ലായിരുന്നു, ചേട്ടന്മാരും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. ഞാനും അമ്മ മാത്രം വീട്ടിൽ. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഫോൺ വിളി കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒലിപ്പീരായിരുന്നോ? അതൊക്കെ പിന്നെ നല്ല ഒലിപ്പീരല്ലേ. ഞാനപ്പോൾ എനിക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു. പ്രണയമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നീ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി വല്യമ്മേനെ ചോദിച്ചിട്ട് വന്ന് പറയാന്നൊക്കെ പറയും. ഞാൻ അന്നേരം ആ ഒരു മൈൻഡാണ്. നമ്മൾ റൗഡി മൈൻഡാണ്, ഗുണ്ടായിസാണ്. ഇവരെ സംബന്ധിച്ചതൊക്കെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഒരു പെണ്ണ് ആണായി ജീവിക്കുന്നതിന് വലിയ തെറ്റൊന്നും ആരും കാണുന്നില്ല. പക്ഷെ അത് പ്രശ്നം വരത്തില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഒരു ആണ് പെണ്ണാവുന്നു എന്നുള്ളതിൽ ഭയങ്കര പ്രശ്നമാണ് സമൂഹത്തിന് ഇപ്പോഴും. എത്ര മാറിയെന്ന് പറഞ്ഞാലും സമൂഹത്തിന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ട്രാൻസ്മെൻസിനേക്കാളും കൂടുതൽ വേദന അനുഭവിക്കുന്ന ട്രാൻസ്മെൻസ് തന്നെയാണ്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവർ. കാരണം അവർക്ക് ചേഞ്ച് വരാൻ ഒരുപാട് താമസം എടുക്കും, അവരുടെ ഹോർമോണ്, സർജറി കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ട്രാൻസ്മെൻസിന് അത്രയും പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മിക്കവരും വീട്ടിൽ നിന്ന് തന്നെ നിന്ന് പതുക്കെ മാറിയാണ് മുടി വെട്ടുന്നേ കുഴപ്പമില്ല. പക്ഷേ ട്രാൻസ്മെൻസ് മുടി വെട്ടിയ കുഴപ്പമില്ല, ട്രാൻസ്വുമൻസ് മുടി വളർത്തിയ എന്തുമായിരിക്കും. അതൊക്കെയാണ് അത്രയും പ്രശ്നങ്ങൾ. എന്തായാലും ട്രാൻസ്മെൻസിന് അത്രയും പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഇപ്പം സെക്സ് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അവരവരുടെ ആഹാരത്തിനും അവരുടെ റെന്റ് കൊടുക്കാൻ അവരുടെ സ്വന്തം വീട്ടിൽ നിർത്തോ ഇല്ല. അവരെന്താ അവരുടെ ആഹാരത്തിനും താമസിക്കുന്ന ഒരു സ്ഥലത്തിനും വേണ്ടിയിട്ടല്ലേ, എടുക്കാൻ നല്ല ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അതാരും കാണുന്നില്ല.
എല്ലാരും വന്ന് അവരെ യൂസ് ചെയ്യുകയും ചെയ്യും. പിറ്റേ ദിവസം പോയിട്ട് കമന്റ് ഇടും. നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. പക്ഷെ ഇവർക്കാർക്കും നേരിട്ട് വന്ന് പറയാനുള്ള ഒരു ഇതുമില്ല. ഈ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ, രാത്രി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉം. എല്ലാവരുടെയും കറക്റ്റ് സ്വഭാവം അറിയാൻ പറ്റും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ കമന്റ് ഇടുന്നവരോടൊക്കെ എന്താ പറയാ, എന്തേലും നമ്മൾ ചാണാൻ ചവിട്ടി കഴിഞ്ഞാൽ അത് ഉരച്ച് കളഞ്ഞിട്ട് പോകത്തില്ല. അത്രേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ. ഉം. അങ്ങനെ അങ്ങനെ കാണുന്നുള്ളൂ. കാണുന്നുള്ളൂ. ഇപ്പോൾ പലരും അർപ്പിതേനെ ആണെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് പറയാറുണ്ട്, സെക്സ് വർക്കിന് പോകുന്നവർ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ് കളിയാക്കാറുണ്ടോ നിങ്ങളെ പുറത്ത് പോകുമ്പോഴോ? ആ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മളെ ആ രീതിയിൽ കാണും. ചില ആൾക്കാർ നോട്ടമായാലും ചില ആൾക്കാർ സംസാരമായാലും. ഞാനൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ നിന്ന സമയത്ത് എനിക്ക് വന്ന് നമ്പർ എഴുതി തന്നിട്ടുണ്ട്. ഉം. അതായത് ടിക്കറ്റിന്റെ പുറകിൽ നമ്പർ എഴുതി തന്നിട്ടുണ്ട്. ഉം. അത് ഒരിക്കലും ഒരു പ്രണയം കൊണ്ടായിരിക്കില്ല. അതിന്റെ അർത്ഥം വേറെ ആയിരിക്കുമല്ലോ. ഉം. പ്രണയം, നമുക്ക് ചില ആൾക്കാരെ നമുക്ക് ആളുടെ നോട്ടം കൊണ്ടോ അതൊക്കെ മനസ്സിലാവും. ചില ആൾക്കാർ നമ്മൾ പ്രണയിക്കുമായിരിക്കാം. എനിക്കങ്ങനെ പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഇതല്ല, ഉം. അല്ലാതെ എന്നെ ഞാൻ മെട്രോയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ആ, അതല്ലാതെ അപ്പം നമുക്ക് മനസ്സിലാവും ഒരാണ് നമ്മളെ പ്രണയിക്കുന്ന എന്തിനാണെന്നും ഉം. ആളുടെ ദുരുദ്ദേശം എന്താണെന്നും നമുക്ക് മനസ്സിലാവും. എനിക്കങ്ങനെ ടിക്കറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ചില ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ആ കണ്ണുകൊണ്ട് കാണും. പലരും നമ്മളെ ആ കണ്ണുകൊണ്ട് കാണാറുണ്ട്. ഉം. അതൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ചില ആൾക്കാരൊക്കെ പറയും എന്നെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല എന്നൊക്കെ പറയും. ഉം. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് എല്ലാവരും ആ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതൊക്കെ. നമ്മളോട് ഇപ്പോൾ ഒരാൾ ഇപ്പം നമ്മളൊരു ഷോപ്പിൽ കയറുവാണെന്ന് വെച്ചോ, അവിടുത്തെ ഒരു സെയിൽസ്മാനോട് നമ്മൾ സംസാരിക്കുമ്പം അയാൾ ഇങ്ങോട്ട് സംസാരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എങ്ങനെയുള്ള ഒരു കൊഞ്ചിക്കുഴഞ്ഞും ഉം. നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ തൊടുക, ഉം. അനാവശ്യമായിട്ട്. ഇപ്പം അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളൊരു മൈൻഡ് കൊണ്ടാവാം നമ്മുടെ ശരീരത്തിലൊക്കെ അനാവശ്യമായിട്ട് തൊടുക, കയ്യിൽ കയറി പിടിക്കുക, അങ്ങനെയൊക്കെ. ഒരുപാട് സ്ഥലത്ത് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ ഇടയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ശിവൻ കൂടെ ഉള്ളപ്പോഴോ? ഇല്ല, ശിവ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഇല്ല. വേറൊരു ഫ്രണ്ടായിട്ട് ഞങ്ങൾ പുറത്ത് പോയ ഞാൻ സമയത്ത്. കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ട് പൊക്കോട്ടെ എന്ന് പറയും. ഉം. എവിടെയെങ്കിലും പോകുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് പോയിട്ട് വരട്ടെ. എനിക്ക് ചിലപ്പോൾ കൂടെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയത്തില്ല. ഉം. സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. ടോക്സിക് ആണ്. അല്ല, ഞാൻ പ്രതികരിക്കുന്ന വേറെ രീതിയായിരിക്കും. ഉം. ഈ പ്രതികരിക്കുന്ന ഒന്നത്തെ കാര്യം, ഇങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം അത് വലിയൊരു ഇഷ്യൂ ആവും. അവിടെ പോയി അവരുടെ അടുത്തും പ്രശ്നം ഉണ്ടാക്കി പിന്നെ അവിടെ കിടന്ന് അടി ഉണ്ടാക്കി എന്തിനാ എനിക്ക് എൻ്റെ പറയാനൊന്നും പോകാൻ വയ്യ. ഉം. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെയൊക്കെ പറയും ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നൊക്കെ. ആ. അല്ല, ഈ പ്രാവശ്യം ശിവ ഇല്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. ഒറ്റയ്ക്കല്ല, ഞാൻ എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ട്സിന്റെ കൂടെ പോയപ്പോൾ ഏത് രീതിയിലുള്ള അയാളിങ്ങനെ ഒരുമാതിരി ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കയ്യിൽ കയറി പിടിക്കുക, ഉം. ഈ നമ്മുടെ ശരീരത്തിൽ വെച്ച് കാണിക്കുക, ഉം. അങ്ങനെയൊക്കെ. പിന്നെ ഒരുമാതിരി തോണ്ടലും പിടിക്കലും ഒക്കെ. അത് ഒരു ലോക്കൽ കടയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. അവൾക്ക് ടീഷർട്ട് എടുക്കാൻ കയറിയത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഞങ്ങളവിടെ ഡ്രസ്സ് എടുത്തില്ല, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. എറണാകുളത്ത് വെച്ച് തന്നെയായിരുന്നോ? കൊച്ചിയിൽ ബ്രോഡ്വേയിൽ ഒരു കടയിൽ. ബ്രോഡ്വേയിൽ. ഇപ്പോൾ ബ്രസ്റ്റ് സർജറിയാണ് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാക്കണതെന്ന് പറഞ്ഞു. ഇപ്പോൾ അർപ്പിതയുടെ ജീവിതത്തിൽ ആ ഒരു പെയിൻ എങ്ങനെയായിരുന്നു? ബ്രസ്റ്റ് സർജറിയാണ് ഞാൻ ആദ്യം ചെയ്തത്. റെനി മെഡിസിറ്റിയിലായിരുന്നു. ഉം. പെയിൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ പെയിൻ ഞാൻ അനുഭവിച്ചത് ബ്രസ്റ്റ് സർജറിക്കായിരുന്നു. പക്ഷേ ഡൗൺ സർജറി ചെയ്തത് ഞാൻ കോയമ്പത്തൂരാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര, യൂറിൻ ട്യൂബ് ഉണ്ടായിരുന്നു. നമുക്ക് 12 ദിവസം യൂറിൻ ട്യൂബ് ഉണ്ടായിരുന്നു. ആ യൂറിൻ ട്യൂബൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. കാറിലായിരുന്നു വന്നത്. പക്ഷെ നമുക്ക് നടുവേദന, എനിക്ക് അവിടെ എന്ന് പറഞ്ഞാൽ അവർ ഫുൾ അനസ്തേഷ്യ തരത്തില്ല. ഉം. ഡൗൺ സർജറിക്ക് തമിഴ്നാട്ടിലോട്ടൊന്നും ഫുൾ അനസ്തേഷ്യ ഇല്ല. അവർ നട്ടെല്ലിന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അരയ്ക്ക് കീഴ്പോട്ട് മാത്രമേ നമുക്ക് അനസ്തേഷ്യ ഉള്ളൂ. അപ്പം ആ അനസ്തേഷ്യ വിട്ട് മാറുമ്പം ഭയങ്കര പെയിനാണ്, നല്ല പെയിനാണ്. എന്നിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കായാലും ഈ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ പെയിൻ നടുവിനുണ്ടല്ലോ, ആ വേദനയും കൂടി ഇരുന്നിട്ടാണ് നമ്മൾ കാറിലിരിക്കുന്നത്. നമുക്ക് എവിടെ ഇറങ്ങി നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ ഒറ്റ ഇരിപ്പ് 4 മണിക്കൂർ 5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ വരണം. അത് നല്ല പെയിനായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് പോലെ ആക്കിയതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ ആ വേദന അധികം നമ്മൾ അറിയില്ല. നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടായിട്ട് നമ്മൾ അധികം അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബ്രസ്റ്റ് സർജറിക്കായിരുന്നു കൂടുതൽ പെയിൻ. ഡൗൺ സർജറിക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടായിട്ട് ഡൗൺ സർജറിയുടെ പെയിൻ അറിഞ്ഞില്ല. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബലം പോവുകയാണ്, നമ്മുടെ ശാരീരിക അവസ്ഥ ഭയങ്കരമായിട്ട്
ബുദ്ധിമുട്ടുകളും ചില സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും നമ്മൾ പെയിൻ അനുഭവിക്കാറുണ്ട്. നമുക്ക് അധികം ട്രാവലൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എവിടെ നിന്നൊക്കെയാണ് പെയിൻ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ചില സമയത്ത് നമുക്ക് പെയിൻ വരുമ്പോൾ നടുവിന് നല്ല വേദനയായിരിക്കും, നട്ടെല്ലിന് ഭയങ്കര വേദനയായിരിക്കും. ചില സമയത്ത് നമ്മൾ കരയാറുണ്ട്. ഇല്ലേ പിന്നെ ചില സമയത്ത് നമ്മൾ കരയും. എനിക്ക് ചില സമയത്ത് സങ്കടം വരും ഓർക്കുമ്പോൾ. ദൈവം എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചതെന്നൊക്കെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടാറുണ്ട്. പക്ഷേ ദൈവം അങ്ങനെ നമ്മളെ ചതിച്ചെങ്കിലും നമ്മൾ ആരുടെ മുമ്പിൽ തോക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നമ്മൾ ജീവിച്ച് കാണിക്കും. ശിവക്ക് എങ്ങനെയായിരുന്നു അത്? കാരണം എനിക്ക് സർജറി സമയം എന്ന് വെച്ചാൽ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പേയ്മെന്റ് ആണെങ്കിലും അമ്മ ഉണ്ടായിരുന്നു. പിന്നെ പെയിൻ ഉണ്ടായിരുന്നു. പെയിനേക്കാളും കൂടുതൽ അർപ്പിത പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളായി മാറുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ഉം. അതായിരുന്നു ഏറ്റവും വലുത് എനിക്ക്. ഒരു ദിവസമെങ്കിലും ഒരാണായിട്ട് ജീവിക്കുക എന്നിട്ട് മരിക്കുക എന്നൊരു ഇതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് സർജറിക്ക് വലിയ പെയിൻ ഇല്ലായിരുന്നു. പക്ഷേ ഡൗൺ ചെയ്തപ്പോൾ നല്ല പെയിൻ ആയിരുന്നു. 23 ദിവസം ഞാൻ ട്യൂബ് ഇട്ട് കിടന്നു. പിന്നെ ഹോസ്പിറ്റലായിരുന്നു. അമ്മ ഇവിടെയായിരുന്നു. പിന്നെ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ആ സമയത്തായിരുന്നു കൊറോണ ആയപ്പം അമ്മയ്ക്ക് കൊറോണയായി. പിന്നെ ഒരു അറ്റാക്ക്, രണ്ടാമത്തെ അറ്റാക്കായി. ഞാനവിടെ, അമ്മ ഇവിടെ. അങ്ങനെ കുറച്ച് വേദന അനുഭവിച്ചു. അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? ഇപ്പോഴും ചെറിയ പെയിനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളായിട്ട് തിരഞ്ഞെടുത്തല്ലേ നമ്മളായിട്ട് അനുഭവിക്കണം. പിന്നെ പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ്. നമ്മളായിട്ട് ജീവിക്കുമല്ലേ, അതിൻ്റെ ഹാപ്പിയാണ്. അതിൽ കൂടുതൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. എൻ്റെ വീട്ടുകാരാണെങ്കിലും ഇവളുടെ വീട്ടുകാരാണെങ്കിലും ഞങ്ങൾ നോൺ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് അവർ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ട്രാൻസ് ആണ്, ഞങ്ങൾ മാറിയവരാണെന്നൊരു വേർതിരിവ് അവർ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഹാപ്പിയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ പറയും സേഫ്റ്റി പിൻ യൂസ് ചെയ്താണ് യൂറിൻ പാസ് ചെയ്യുന്നതെന്നൊക്കെ. അത് ഇപ്പോഴത്തെ സർജറി അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മുടെ മെഡിക്കലൊക്കെ ഒരുപാട് വളർന്നു. പണ്ട് സർജറി ചെയ്തവർക്കൊക്കെ സേഫ്റ്റി പിന്ന്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് എനിക്കുണ്ടായിരുന്നു, അവൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവൾ ഇപ്പോഴും സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്ത് യൂറിൻ പാസ് ചെയ്യുന്നു എന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ സർജറി ഒന്നും അങ്ങനെയല്ല. ഇപ്പം ഡെവലപ്ഡ് ആണ് ഒരുപാട്. അപ്പം അങ്ങനെയുള്ള യൂറിൻ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. കുറേ ആൾക്കാർ കുറേ കെട്ടുകഥകൾ ചമച്ച് വിടുന്നതാണ്. സേഫ്റ്റി പിൻ യൂസ് ചെയ്ത് ഇതാക്കുന്നു, യൂറിൻ പാസ് ചെയ്യുന്നു. അതിലൊന്നും ഒരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ച് വേദനകൾ അനുഭവിക്കും. അത് ലൈഫ് ലോങ് അനുഭവിക്കേണ്ട വേദനകളൊക്കെ തന്നെയാണ്. ഇപ്പം സിസേറിയൻ ചെയ്ത ആൾക്കാരും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയുള്ള വേദനകളാണ് നമ്മളും അനുഭവിക്കുന്നത്. ഈ ഇന്നത്തെ കാലത്ത് ആരും സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്ത് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താണ് അങ്ങനെ സേഫ്റ്റി പിൻ യൂസ് ചെയ്ത്? അത് ചില പണ്ട് സർജറി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യൂറിൻ ഹോള് അടഞ്ഞു പോകുന്നു എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് സർജറിക്ക് ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം, എക്സ്പീരിയൻസ്ഡ് ആണ്. ആദ്യ കാലങ്ങളിലൊന്നും അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സർജറി ചെയ്യേണ്ടത് എങ്ങനെയാണ് അതൊന്നും അറിയില്ലായിരിക്കും. യൂറിൻ ഹോളിൻ്റെ കാര്യങ്ങളൊന്നും അവർ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം അതുകൊണ്ടൊക്കെ ആവാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിൻ ഹോളിന് പ്രശ്നം ഉണ്ടാവുന്ന ഡോക്ടർ നമ്മുടെ തുടക്കത്തിലേ പറയും. നമ്മൾ കെയർ ചെയ്യണം. കെയർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ സെക്സ് വർക്കേഴ്സ് ആയിട്ട് കാണുന്ന സമൂഹത്തെക്കുറിച്ച് എന്താ പറയുന്നത്? സമൂഹത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും അവരായിട്ട് അറിയുന്ന, അവരുടെ മുന്നിൽ കാണുന്നതല്ല അവർ. ഇത് ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ വഴി അവരുടെ കയ്യിൽ എത്തിച്ചെന്ന് ഓരോരുത്തർ പറഞ്ഞ അറിവാണ്, കേട്ടറിവാണ് എല്ലാം. അങ്ങനെ നിൽക്കുന്നവർ എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. അവർക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ അവർ ആ പണിക്ക് പോവില്ല. പക്ഷെ നല്ലൊരു ജോലി കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. പക്ഷെ അവർ നിൽക്കുന്നതിനെ കുറ്റമാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയുള്ള പുച്ഛം മാത്രമാണ്. അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ കുറ്റം പറയുന്നത് നമ്മുടെ ലൈഫിനോട് അസൂയുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയാൻ പറ്റുള്ളൂ നമ്മൾ പറയുന്നത്. കാരണം അവരനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ ഫ്രീഡം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഹാപ്പിനെസ് ഉണ്ട് ഒരുപാട്. അതൊക്കെ കാണുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതാണ്. ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാൾക്കാരും നമ്മളെ കുറ്റം പറയില്ല. എൻ്റെ ഒരു നിഗമനം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ലൈഫ് കണ്ട് നമ്മളോട് അസൂയുള്ളവർക്ക് മാത്രമേ നമ്മളെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അവർക്കിങ്ങനെ ഇപ്പം കുറേ സ്ത്രീകൾ വന്നിട്ട് പറയും അവർക്ക് ഒരു ഒരു വേറെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് അവരോട് അസൂയയാണെന്ന്. അത് ശരിക്കും സത്യമാണ്. കാരണം അവരനുഭവിക്കുന്ന അത് സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പീരീഡ്സിലോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് ഫ്രീഡം ഉണ്ട്. ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. ഞാനൊരു വുമൺ ആണ്. ഞാൻ അനുഭവിക്കുന്ന കുറച്ച് ഫ്രീഡം ഉണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പം വേറെ ആളോട് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. വേറെ ആളുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ആൾക്ക് 30 ദിവസം നോമ്പ് പിടിക്കാമെന്ന്.
ആ ആൾക്ക് നോമ്പ് പിടിക്കാൻ 30 ദിവസം നോമ്പ് പിടിക്കാൻ പറ്റും. അതൊരു ഭാഗ്യമല്ലേ? ഒരാൾക്ക് ഒരു സ്ത്രീക്ക് 30 ദിവസം നോമ്പ് കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമല്ലേ? അല്ലേ? അതില്ലാത്തോണ്ടാണ് എല്ലാവർക്കും ഈ പ്രശ്നം. എനിക്ക് മനസ്സിലായില്ല. ഒരാൾക്ക് അതായത് ഒരു ട്രാൻസ് വുമണിന് പീരീഡ്സ് ഇല്ലാത്തോണ്ട് 30 ദിവസം നോമ്പ് കിട്ടുമെന്ന് പറയുന്നത്. ഉം. അതൊരു ഭാഗ്യമല്ലേ? അതെ. അല്ലേ? ഉം. അതാണ് ഞാൻ പറയുന്നത്. പലർക്കും അസൂയയാണ്. അസൂയയും അവര് പറഞ്ഞത് ശരി തന്നെയാണ്. അസൂയാണ്. ഈ പീരീഡ്സ് ഉണ്ട് അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്കൊരു ഫ്രീഡം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അത് ഇല്ലാത്തവരാണ് ശരിക്കും നമ്മളെ ഈ കുത്തി നോവിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കൊരു വേദനയല്ല. ഉം. ഈ പീരീഡ്സ് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹാപ്പിനെസ് ആയിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ? ഉം. ഇപ്പം എല്ലാവരും പറയുന്നു പീരീഡ്സ് ഉള്ളത് ഭയങ്കര ത്യാഗമാണ്. അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. ഇപ്പം ഞാൻ ജനിച്ചതും എൻ്റെ അമ്മയ്ക്ക് പീരീഡ്സ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. എൻ്റെ അമ്മയ്ക്ക് ഗർഭപാത്രം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ജനിച്ചത്. ഉം. അപ്പം എന്തുകൊണ്ടാണ് ഈ പീരീഡ്സ് ഉള്ളത് അഭിമാനമായി കാണുന്നവർ എന്തുകൊണ്ടാണ് പീരീഡ്സിൻ്റെ വേദനയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസവത്തെക്കുറിച്ചും ഒക്കെ ഇത്ര പേടിയോടെ കാണുന്നത്? ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇപ്പം എനിക്കറിയാവുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരുടെ വീഡിയോസിൽ അവർ പീരീഡ്സിനെ പേടിയോടെയാണ് കാണുന്നത്. അതെന്തുകൊണ്ടാ? എന്തിനാ പീരീഡ്സിനെ പേടിക്കുന്നേ? അപ്പോൾ പിന്നെ അതങ്ങനെ അഭിമാനമാവും. പീരീഡ്സിനെ പേടിയോടെ കാണുന്നവരാണ് അവരൊക്കെ. പ്രസവ വേദനയെ പേടിയോടെ കാണുന്നവരാ. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അതിനെ പുകഴ്ത്തി പറയുകയും ചെയ്യും. ഉം. അനുഭവിച്ചു കഴിയുമ്പോൾ. അനുഭവിച്ച് കഴിയുമ്പം. അതുവരെ അവർക്ക് ഭയങ്കര പേടിയുമാണ്. ഉം. ഇപ്പം ഞാൻ സർജറി ചെയ്തു. സർജറി ചെയ്ത് എനിക്ക് പെയിൻ ആണെന്ന് ഭയങ്കര പെയിൻ ആയിരിക്കും. എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സർജറി ചെയ്തത്. ഉം. ഞാൻ അപ്പോഴും പറഞ്ഞു ആ സർജറി ചെയ്യുമ്പോഴും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു സ്ത്രീ മനസ്സ് പോലെ ശരീരത്തിന് സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഉം. പക്ഷെ അവർ പറയുന്നത് അങ്ങനെയല്ല. പീരീഡ്സ് ആവുന്നല്ലോ, പെയിൻ ആയിരിക്കുമല്ലോ, അതായിരിക്കുമല്ലോ, ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ, ഇതിനൊക്കെ പേടിയോടെയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ അതങ്ങനെ അഭിമാനമാവുന്നു. ഒരു പേടി മാത്രമാണെന്നാണോ പറയുന്നത് നിങ്ങൾ? അവർ പറയുന്നത് ഞങ്ങൾ സ്ത്രീ അല്ലാതാവുന്നത് പീരീഡ്സ് ആവാത്തോണ്ടാണ് ഞങ്ങൾ സ്ത്രീ അല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആ. അപ്പം അവർ സ്ത്രീയാണ്. പക്ഷെ എന്തിനാ അവർ പീരീഡ്സിനൊക്കെ പേടിക്കുന്നേ? മറ്റു സ്ത്രീകളോട് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ? ചോദിച്ചിട്ടുണ്ട്. എന്താ അവര് അവർക്ക് പറഞ്ഞത്? ആർക്കും താല്പര്യമില്ല പീരീഡ്സ് എന്ന് പറഞ്ഞാൽ. ആ ഒരു 7 ദിവസം, ഒരു 10 ദിവസം മിക്കവരും പറയുന്നത് വേണ്ടിയിരുന്നില്ല. ഇപ്പം ദേ പീരീഡ്സ് ഉണ്ടായിരുന്ന ഒരാളാണ്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ശിവ? പീരീഡ്സിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒന്നാണത്. പെയിൻ എന്ന് വെച്ചാൽ നല്ല പെയിനാണ്. നമുക്ക് ഒരാഴ്ച നമുക്ക് നല്ല രീതിയിലൊന്നും കിടക്കാൻ പറ്റത്തില്ല, ഒന്ന് ചരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇറിറ്റേഷൻ, പാട് മാറ്റുന്ന പ്രശ്നം, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ നോർമലി എൻ്റെ എൻ്റെ മൈൻഡ് ആയതുകൊണ്ട് ഇപ്പം നോർമൽ നോൺ കമ്മ്യൂണിറ്റി ലേഡീസ് അനുഭവിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഞാനന്ന് അനുഭവിച്ചിട്ടുള്ളത്. ഉം. കാരണം നമുക്കൊന്ന് ചൊവ്വെ കിടക്കാൻ പോലും പറ്റത്തില്ല. കാരണം പാട് മാറ്റി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഇറിറ്റേഷൻ, ഈ സാധനം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ ഇറിറ്റേഷൻ, അത് എല്ലാ ഗേൾസിനും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അത് എല്ലാവർക്കും പേടിയാണ്. അർപ്പിതവർദ്ധന എല്ലാവർക്കും പേടിയാണ്. പക്ഷെ പെണ്ണാണ്, ഞങ്ങൾക്ക് പീരീഡ്സ് ഉണ്ട്, ഞങ്ങൾക്ക് അമ്മയാകാൻ പറ്റുമെന്ന് പറയുന്നത് അവർക്ക് അഭിമാനമാണ്. പക്ഷെ ഇങ്ങനൊരു പേടിയും കൂടെ ഉണ്ട്. പേടിയാണ്. അത് എല്ലാവരും പറയുന്നതാണ്. എല്ലാ വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ. ഉം. പീരീഡ്സിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ കാണിക്കും. ചിലർ എടുത്ത് കാണിക്കാറുണ്ടല്ലോ. പീരീഡ്സിന് ഓരോ വേദനകൾ അനുഭവിക്കുന്ന കാണിക്കാറുണ്ടല്ലോ. അപ്പൊ അതങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ അത് കാണിക്കണ്ടല്ലോ. പീരീഡ്സ് ആണ്, ഹാപ്പി ആണെന്ന് പറഞ്ഞ് ചിരിച്ചിരുന്ന് നടന്നാ തുള്ളിച്ചാടിയെ കാണുന്ന പോരെ. അതെ, ഒരാളും പീരീഡ്സിനെ ഹാപ്പിയോടെ സ്വീകരിക്കുന്നില്ല. ഒരു വീഡിയോസിൽ നമ്മൾ പീരീഡ്സ് ഹാപ്പി ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. തുള്ളിച്ചാടി നടക്കുക, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ വയ്യ പീരീഡ്സ് ആണ് അതല്ലേ പറയത്തുള്ളൂ. ചൂട് വെക്കുക, അതൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ സർജറി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് 30 നോമ്പും കിട്ടും. അതിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് 41 വ്രതവും പിടിക്കാം. ഞങ്ങൾക്ക് 30 നോമ്പും കിട്ടും. അത് ഒരു സത്യം പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്. അത് അങ്ങനെ വിശ്വസിക്കുന്നു. ശിവ ഇപ്പോൾ പെണ്ണിൽ നിന്ന് ആണായതാണ്. അപ്പോൾ ശിവയുടെ ഭാവിയിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം, കുട്ടികൾ, അതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ബ്രോ, പ്രസവം കുട്ടികളെന്ന് പറയുമ്പോൾ ഞാൻ പ്രസവിക്കാനായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ജെൻഡർ ഞാൻ തിരഞ്ഞെടുത്ത് ഞാൻ പോവില്ലായിരുന്നു. ഞാനൊരു പെൺകുട്ടിയായിട്ട് തന്നെ ജീവിച്ച് കല്യാണം കഴിച്ച് അങ്ങനെ പോയാനായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ബ്രസ്റ്റ് സർജറിയും ചെയ്തു. അതിനുശേഷം ഞാൻ ഡൗൺ സർജറി ചെയ്തു. ഡൗൺ സർജറി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടാണ് ഡൗൺ സർജറി ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് നോക്കാവുന്ന അഡോപ്ഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ അർപ്പിത എങ്ങനെയാണ്? എനിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. അല്ല, കുട്ടികളെ ദത്തെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാനില്ല. കുഞ്ഞുങ്ങളെ നമ്മളൊരു സ്റ്റേബിൾ ആയതിനു ശേഷമാണ്. ഇതുവരെ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇതായിട്ടില്ല. അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്, ഇങ്ങനെ പിള്ളേർ വേണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ ദത്തെടുക്കും. അതിന് കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ നമ്മൾ ദത്തെടുക്കും. കാരണം ദത്തെടുക്കണമല്ലോ. കാരണം ഓൾറെഡി ചില ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമുക്ക് പിള്ളേരില്ല,
അപ്പം നമ്മുടെയൊക്കെ അവർക്ക് കിട്ടും എന്നുള്ളൊരു മൈൻഡുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഉം. അതൊക്കെ വെറും വിഡ്ഢിത്തമാണ്. എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ പിള്ളേരില്ലെങ്കിൽ പോലും ഞങ്ങൾ എന്ത് ചെയ്യും, ഇപ്പം നമുക്ക് വീടുണ്ടെങ്കിൽ ഒരു വീട് വെച്ചിട്ട് ബാക്കി ഇപ്പോൾ ഇവളുടെ പേരിൽ കൊല്ലത്ത് വീടുണ്ട്, ഇവിടെ വീടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വീട് വെച്ചിട്ട് ബാക്കി വിറ്റിട്ട് ഞങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കും. ഒരാൾക്കും കൊടുക്കില്ല, അനാഥാലയത്തിന് എഴുതി വെച്ചാലും. ഇതൊക്കെ ഒരു ചലഞ്ചാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പ്രസവിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ പറയും അതുകൊണ്ട് പീരീഡ്സ് ഇല്ലാത്തതുകൊണ്ട് പ്രസവിക്കാത്തതെന്ന്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഉം. ഇപ്പം എൻ്റെ അമ്മ പോലും പറയാറുണ്ട് പ്രസവ സമയത്ത് അനുഭവിച്ച വേദനയെ കുറിച്ച്. എൻ്റെ അമ്മയ്ക്ക് 2 പ്രസവം നോർമലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ട് പ്രസവ സമയത്തുള്ള വേദനയും എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫൊക്കെ പറയാറുണ്ട്. അപ്പം എനിക്ക് പ്രസവിക്കാൻ പേടിയുമാണ്. നാളെ ഒരു സമയത്ത് നമ്മുടെ സയൻസ് വളർന്നു, ട്രാൻസ് വുമൺസിന് പ്രസവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാലും ഞാൻ പ്രസവിക്കത്തില്ല. അല്ല, ഞാനിപ്പോ എനിക്ക് ചോദിക്കട്ടെ, പേടിയാ. ഇപ്പം നമ്മള് ഇപ്പൊ പ്രസവിച്ച ഒരു സ്ത്രീ പ്രസവിച്ചു കുഞ്ഞ്, ആ കുഞ്ഞിനെ ആ സ്ത്രീയെ നോക്കണമെന്ന്, ആ ഫാമിലിയെ നോക്കണമെന്നോ അവരോട് എങ്ങനെ നിൽക്കണമെന്നൊന്നുമില്ല. നാളെ അവരുണ്ടാവണമെന്നുണ്ടോ? ഇല്ല. ഇല്ല. ഇപ്പൊ നമ്മളൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്ന വിചാരിക്കുക, അത് നമ്മൾ ആരോ ഉപേക്ഷിച്ച് പോയ ഒരു നിവൃത്തിയില്ലാത്തൊരു കുഞ്ഞിനാണ് അഡോപ്ഷൻ. അപ്പം ഏറ്റവും നല്ലത് ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ല കാര്യം. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. പ്രസവിച്ച് ഒരു കുഞ്ഞിനെ വളർത്തുന്നേക്കാളും നല്ലത് ഒരു ഉപേക്ഷിച്ച് പോയ ഒരു കുഞ്ഞിന് ജീവൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം അത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വലിയവനാവുന്ന ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാനിലൂടെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴേ ഇല്ല, സ്റ്റേബിൾ ആയതിനു ശേഷം. ശിവയ്ക്ക് നേരത്തെ ഒരു വിവാഹ ജീവിതം ഉണ്ടായിരുന്നല്ലോ, ഉം. അതെങ്ങനെയായിരുന്നു അത്? അതെന്ന് പറഞ്ഞാൽ ഒരു പൊട്ടത്തരം, ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ടൈമിൽ ചെയ്ത. പക്ഷെ ആൾക്ക് ഇച്ചിരി മെച്യൂരിറ്റി കുറവായിരുന്നു, ഇച്ചിരി വാശിക്കാരിയായിരുന്നു. പിന്നെ ഇതുപോലെ വഴക്കിടുമ്പോൾ ഞങ്ങൾ സൈലന്റ് ആകത്തില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അത് വലിയ വഴക്കാവും. പിന്നെ എന്താ ഇടക്ക് അഭിപ്രായം പറയാൻ വേണ്ടി പലരെ അതിലുള്ളിൽ കയറ്റും, അവർ പറഞ്ഞു തരുന്നത്, അങ്ങനെയൊക്കെ പ്രശ്നം. പ്രണയിച്ചാണ് കെട്ടിയത്, ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ആൾ ഇഷ്ടമാണോ? അയ്യോ അങ്ങനെയല്ല, എന്റെ പൊന്നിലർപ്പിതം പറയട്ടെ, എന്നെ കൊല്ലാതെ. ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, അത് വേണ്ടിയിരുന്നില്ല. കാരണം എടുത്തു ചാടി എടുത്തൊരു തീരുമാനമായിട്ട് അത് നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ തീരുമാനങ്ങളും നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ ഒരു യാത്ര പറഞ്ഞാൽ പോലും ഞാനത് സമയം എടുത്ത് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുന്നത്. കാരണം പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ വരത്തുള്ളൂ. അപ്പം ആ കുട്ടിയുടേതായ ലൈഫ് നോക്കി ജീവിക്കുന്നു, ഞാൻ എൻ്റെ ലൈഫായിട്ട്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, കാര്യങ്ങളില്ല, സ്വസ്ഥം, അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട്. ഇപ്പോഴും ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് പറ. ആദ്യം പ്രണയിച്ച ആളാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആസ് എ കമ്മ്യൂണിറ്റി അത്രേ ഉള്ളൂ. അല്ലാതെ എന്ത് ഇഷ്ടം, പ്രണയം ആസ് എ കമ്മ്യൂണിറ്റി അത്രേ ഉള്ളൂ. അല്ല എന്ത് ഇഷ്ടം ഒന്നുമില്ല, ചോദിച്ചതാ. അല്ല, ആദ്യം നമ്മളിപ്പോ പറയട്ടെ, നിങ്ങളോടാണല്ലോ ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ആദ്യം പ്രണയിച്ച ഒരാളാണ്, നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാവില്ലേ, ഉണ്ടാവാം. അത് പോകാൻ ഇതായിരിക്കും. പക്ഷെ പ്രണയം ഇഷ്ടം വേറെ, പ്രണയം വേറെ, ശരിയല്ലേ? എനിക്കും എൻ്റെ ആദ്യത്തെ ലവറോട് ഇപ്പോഴും പ്രണയമുണ്ട്. ഞാൻ പ്രണയം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞു, ഞാൻ പ്രണയം ഉണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, പ്രണയം ഉണ്ടെന്ന് ഇതുവരെ പറഞ്ഞില്ല. ആദ്യം തോന്നിയൊരു ഇഷ്ടമാണ്. ശരി. ആദ്യത്തെ പ്രണയം എന്ന് പറഞ്ഞ എപ്പോഴായിരുന്നു നടത്തിയത്? പറ, 1 2 3 4 5 6 പറ. ആദ്യത്തെ പ്രണയം ഭയങ്കര ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഒരാളാ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന്. പിന്നെ എന്താ? ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് തന്നെ മറക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, മനസ്സിലുണ്ടാവില്ലേ നമ്മളെ mind ല്? തീർച്ചയായിട്ടും ഉണ്ടാവും. എൻ്റെ ഫസ്റ്റ് പ്രണയം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനായിരുന്നു. ഉം. ആ, ആ ഏത് ചേട്ടനെ ഇപ്പൊ പ്രായത്തിൽ? കാണണം. ഉം? സുന്ദരൻ. ആ ചേട്ടനല്ല, പോ അവിടുന്ന്. വേറെ കണ്ടില്ലേ? അല്ല, ആ സമയത്ത് നമുക്ക് പ്രണയമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. വൺ സൈഡ് ലവ്. എനിക്കിഷ്ടമായിരുന്നു, ആൾക്കറിയത്തില്ലായിരുന്നു. കല്യാണം കഴിച്ചപ്പോൾ പിള്ളേരായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ അത് എത്രാമത്തെ വയസ്സിലത്? 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉം. എൻ്റെ ഞാൻ ആ സമയത്ത് ആ ഐഡന്റിറ്റിയിൽ എനിക്ക് എൻ്റെ കുറേ പെൺപിള്ളേരൊക്കെ എൻ്റെ പറയാൻ അടപ്പുണ്ടായിരുന്നു. ഉം. അപ്പം എനിക്കിഷ്ടം അങ്ങ് വരെയാ. ആണുങ്ങളെയാണ് ഇഷ്ടം. കോമഡി ആയിരുന്നു. പുള്ളിയുടെ എനിക്ക് ലവ് ലെറ്റർ ഒക്കെ കിട്ടുമായിരുന്നു. ഉം. പക്ഷെ എനിക്കതൊന്നും വേണ്ട, എനിക്ക് അങ്ങ് വരെ മതി. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയോട് പോയി സംസാരിക്കാനാ പുള്ളി പോയി? ഇല്ല, എനിക്ക് പേടിയാ. ഞാൻ മിണ്ടിയിട്ട് പോലും ഇല്ല ഇതുവരെ. കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ട് പോലും ഇല്ല ആളോട് ഇതുവരെ. കാണും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ പോരും, അങ്ങോരെ വീട്ടിൽ പോകും. ഉം. ചിലയിടത്തൊക്കെ വെച്ച് കാണത്തില്ല. അങ്ങനെ കാണുന്ന സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നോട് പറയാത്ത ആളാണല്ലോ. പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കാത്തയാ. എനിക്ക് അങ്ങനെയൊന്നും എക്സ് ഒന്നും ഇല്ല കേട്ടോ. ഒരു നോൺ കമ്മ്യൂണിറ്റിയിൽ ഒരു കുട്ടിയോട് ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അത് തന്നെ എൻ്റെ അവസ്ഥ. എപ്പോഴായിരുന്നു, ഏത് പ്രായത്തിലായിരുന്നു അത്? ഒരു 2014 13 ടൈമിലൊക്കെ, 14 15 ടൈമിൽ ഉം. ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയോടാണ്, നോൺ കമ്മ്യൂണിറ്റി ആണ്. ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ടില്ല. പറയാൻ പേടിയായിരുന്നു. നമ്മളെന്താ ഇങ്ങനെ.
പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ കുട്ടി ഇപ്പൊ കല്യാണം കഴിച്ച് കുഞ്ഞൊക്കെ ആയിട്ട് ജീവിക്കുന്നു അല്ലേ? എൻ്റെ അവസ്ഥ. പക്ഷെ എൻ്റെ ആൾക്ക് അറിയായിരുന്നു എനിക്ക് അയാളെ ഇഷ്ടമാണെന്ന്. ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന്. പക്ഷെ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടുള്ള കണ്ണും കണ്ണും കൈമാറത്തുള്ളൂ. അല്ല, അത് സർജറി ചെയ്യണതിന് മുമ്പല്ലേ അത്? മുമ്പ്. അതാ എനിക്കറിയില്ലല്ലോ. അന്ന് ഈ സർജറി ഉണ്ടെന്ന് അറിയില്ല, ട്രാൻസ്ഫോർമൻസ് ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് പേടിയാ, ഞാനെന്താ ഇങ്ങനെയെന്ന് എൻ്റെ മൈൻഡിൽ. ഞാനെന്താ ഇങ്ങനെ, ഞാനെന്താ ഇങ്ങോരെ നോക്കുന്നേ, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. ഈ ലോകത്ത് ഞാൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഉം. പിന്നെ പതിയെ പതിയെ നമ്മുടെ ഞാൻ ശരിക്കും ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുന്ന ആ സമയത്തൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സൂര്യമ്മ, സൂരീഷാനൊക്കെ ഉം. ഉണ്ടായിരുന്നുള്ളൂ. അവർ കോമഡി സ്റ്റാർസിലൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി, ഇപ്പോൾ വരുന്ന കമ്മ്യൂണിറ്റിക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ട്രാൻസ് എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം. അപ്പം ആ സമയത്ത് നമുക്കിത് പറയാനൊക്കെ പേടിയല്ലേ, ഞങ്ങൾ കണ്ണും കണ്ണും കൈമാറും, അത്രേ ഉള്ളൂ. ഇപ്പോഴും ആ മനസ്സിന്റെ ഉള്ളിൽ ആദ്യത്തെ ആ പ്രണയം ഉണ്ട്. ഇല്ലേ? ആ, ഉണ്ട്. അത് ഞാൻ പ്രണയമില്ല, ഒരു ഓർമ്മ അത്രേ ഉള്ളൂ. ഉം. ആ ഓർമ്മ. നമ്മുടെ 10ാം ക്ലാസ് നമ്മുടെ ഓർമ്മയിലില്ലേ? ഉം. അതെന്തുകൊണ്ട്? അത് കഴിഞ്ഞു പോയതുകൊണ്ട്. പേടി സ്വപ്നം. അതുപോലെ നമ്മുടെ അതൊക്കെ പേടി സ്വപ്നം. സ്കൂൾ ലൈഫൊക്കെ ഭയങ്കര പേടി സ്വപ്നമാണ്. 10ാം ക്ലാസ് ആയാലും പ്ലസ് ടു ഒക്കെ ആയാലും അതെന്താ അങ്ങനെ ഭയങ്കരമായിട്ട് പേടി? നമുക്ക് സ്കൂളിൽ ക്ലാസ്സിലൊന്നും പോകാൻ നമുക്ക് തോന്നൂല്ല. ഉം. പിള്ളേരുടെ ഭാഗത്തു നിന്നായാലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും. പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ എന്നെ ഇറക്കി നിർത്തിയിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന്, ആണുങ്ങൾക്ക് അപമാനമാണെന്ന് പറഞ്ഞിട്ട്. ടീച്ചേഴ്സ്. ടീച്ചേഴ്സ്. ഓ. അങ്ങനെ പിന്നെ ഞാൻ ക്ലാസ്സിന് പോവില്ലായിരുന്നു. ക്ലാസ്സിന് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിന് പോകാതിരുന്ന് എൻ്റെ അമ്മ പോയിട്ട് പ്രിൻസിപ്പലിൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതി ഞാൻ പാസ്സായത്. അത്രയ്ക്ക് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് എൻ്റെ പ്ലസ് ടു കാലഘട്ടം. ഏത് സ്കൂളായിരുന്നു അത്? പാങ്ങോട്, ഒരു ഗവൺമെൻറ് സ്കൂളാണ്, ഉം. കൊല്ലം പാങ്ങോട് എന്ന് പറയും. ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തിട്ടുണ്ട്. ആ ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടാവും. ഞാനൊരു തവണ TC വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ ഉം. ടീച്ചേഴ്സ് ഉണ്ട്. അന്ന് അവിടെ വെച്ചപ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉം. നന്നായിരിക്കട്ടെ. അത് ടീച്ചേഴ്സാണോ? അതെ. അല്ല, ആ സമയത്ത് അവിടെയുള്ള സുഹൃത്തുക്കള് പിള്ളേരുണ്ടല്ലോ, ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര്, അവരുടെ ഭാഗത്തുനിന്ന് ഇല്ല ഇല്ല ശാരീരികമായി ഇല്ല, അങ്ങനൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ക്ലാസ്സിന് വരും. ഉം. ക്ലാസ്സിന് വന്നാൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങില്ല ഒന്നിനും. ഞങ്ങൾ വാഷ്റൂം പോലും പോയില്ല. ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോഴാണ് യൂറിൻ പാസ് ചെയ്യുന്നത് പോലും. കാരണം ആണുങ്ങളുടെ വാഷ്റൂമിലല്ല കയറണ്ടേ. നമുക്ക് മനസ്സത് അനുവദിക്കത്തില്ല ആണുങ്ങളുടെ വാഷ്റൂമിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വൈകുന്നേരം വരെയും സ്കൂൾ വിട്ട് വേറെ എവിടെയും പോയില്ല. ബസ് കയറുക, വീട്ടിൽ വരിക, അവിടെ പോയിട്ടാണ് വാഷ്റൂമിലൊക്കെ പോകുന്നത്. ഇത്ര നേരം അത്രയും നേരം സഹിക്കും. അങ്ങനെ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഞാൻ സ്കൂളിൽ പോയിട്ട് കുഞ്ഞുനാളിലെങ്ങാനും പഠിക്കുന്ന സമയത്ത് ഓർമ്മയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ വാഷ്റൂമിൽ കയറിയിട്ട് വാഷ്റൂം യൂസ് ചെയ്യായിട്ട് സ്കൂളിൽ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ അതൊരു ശീലമായിരുന്നു. അതൊക്കെ അങ്ങനെയാണ്. ശിവയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മാനസികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. എനിക്ക് ആ സമയത്തൊന്നും പ്രണയം അങ്ങനെ അല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങൾ, ഇതേപോലൊരു മാറ്റം അങ്ങനെയൊന്നും നമുക്ക് അന്നേരം ഒന്നും മനസ്സിലാകത്തില്ലല്ലോ. എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, അമ്മ വളർത്തുന്നത്, അച്ഛനില്ല. അപ്പം തന്നെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കെയറിങ് കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അമ്മ എപ്പോഴും സ്കൂളിൽ ഓടി വരും. എനിക്ക് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. അതാ പറഞ്ഞു, ഇവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് അധികം ഉണ്ടാവില്ല. നമുക്കാണ് കൂടുതലും ബുദ്ധിമുട്ട്. ഉം. നമുക്കിപ്പം സ്ത്രീകളുടെ വാഷ്റൂമിൽ കയറാൻ പറ്റില്ലല്ലോ, ഉം. ജെൻസിൻ്റെ എല്ലാം കയറാൻ പറ്റുള്ളൂ. അവിടേക്ക് പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കത്തുമില്ല. പിന്നെ പേടിയാണ്, എങ്ങനെയായിരിക്കും ഏതായിരിക്കും. പിള്ളേർ സെക്ഷുവലി ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളെ ഉപദ്രവിക്കും, ഉം. പിന്നെ കളിയാക്കും. ഞാൻ ആകെപ്പാടെ ക്ലാസ് വിട്ട് പുറത്തിറങ്ങുന്നത് ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് നേരെ ക്ലാസ്സിൽ വന്ന് മിണ്ടാതിരിക്കും. ക്ലാസ് അറ്റൻഡ് ചെയ്യും, വൈകുന്നേരം ബസ്സിൽ കയറും, വീട്ടിൽ പോകും.